2022 ഇഗ്നോൻ്റെ ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു എസ്സെയാണ്. 20 മാർക്കിൻ്റെ എസ്സെയാണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ദ സിവിൽ സൊസൈറ്റി, ആഗോളവൽക്കരണവും സിവിൽ സമൂഹവും. ഇത് ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരവുള്ളത്. ദ റിയാലിറ്റി ഓഫ് ഗ്ലോബലൈസേഷൻ ഈസ് അൺമിസ്റ്റേക്കബിൾ ആസ് ഇറ്റ് ടച്ചസ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്സ്. ആഗോളവൽക്കരണം ഒരു യാഥാർത്ഥ്യമാണ്. അത് സംശയമില്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ബീറ്റ് എക്കണോമിക്, അത് സാമ്പത്തികമാവട്ടെ, പൊളിറ്റിക്കൽ രാഷ്ട്രീയമാവട്ടെ, കൾച്ചറൽ സാംസ്കാരികപരമാവട്ടെ, അല്ലെങ്കിൽ പരിസ്ഥിതിപരമാവട്ടെ, ഓർ എൻവയോൺമെൻറ്റൽ, എല്ലാ മേഖലകളെയും ആഗോളവൽക്കരണം എന്ന യാഥാർത്ഥ്യം സ്പർശിക്കുന്നു. ഇത് ആണ് ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു നല്ല വാചകവും എസ്സേയ്ക്ക്. തുടർന്ന് ടെക്സ്റ്റിലുള്ള ഈ വരി തന്നെ തുടർന്ന് എഴുതാം. ഇറ്റ് ഈസ് എ കമ്പല്ലിംഗ് ഫോഴ്സ് ഡ്രിവൺ ബൈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ത്രൂ ഹൈ സ്പീഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ടിംഗ് അൺഐഡൻറ്റിഫയബിൾ ആൻഡ് റിമോട്ട് സൈറ്റ്സ് ഓഫ് കൺട്രി. അത് ഒരു നിർബന്ധിത ശക്തിയായി ബഹുരാഷ്ട്ര കമ്പനികളെയും കോർപ്പറേഷനുകളെയും അതിവേഗത്തിൽ വാർത്താവിനിമയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദേശരാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട്, തകർത്തുകൊണ്ട്, അത് വ്യക്തികൾക്കിടയിൽ ഇനിയും തിരിച്ചറിയാനാവാത്ത നിയന്ത്രണ മേഖലകളിൽ നിന്നുകൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ, ദി ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ഗെയിൻ ഗ്രേറ്റർ പവർ അലൈയിങ് വിത്ത് മൾട്ടിനാഷണൽ ബാങ്ക്സ്. ദേശാന്തര കോർപ്പറേഷനുകൾക്ക് മൾട്ടിനാഷണൽ ബാങ്കുകളുമായിട്ട് കൂട്ടുചേരുമ്പോൾ വലിയ ശക്തി ഉണ്ടാകുന്നുണ്ട് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. വേൾഡ് ബാങ്കും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമൊക്കെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നു. മേക്കിംഗ് ഫിനാൻസ്, ക്രെഡിറ്റ് ആൻഡ് അതർ റിസോഴ്സസ് റെഡിലി അവൈലബിൾ ടു എക്സ്പാൻഡ് ദെയർ പ്രോഫിറ്റ്സ് ആൻഡ് പവർ. ധനമാവട്ടെ, വായ്പയാവട്ടെ, മറ്റു വിഭവങ്ങളാവട്ടെ, ഓരോ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾക്കും ഒക്കെ ഈ മൾട്ടിനാഷണൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലാഭം വർദ്ധിപ്പിക്കാനും കരുത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ ഏത് നിമിഷവും ലഭ്യമാകുന്ന, ഫണ്ട് ലഭ്യമാകുന്ന, വായ്പ ലഭ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഗ്ലോബലൈസേഷൻ കണക്ട്സ് വിത്ത് ദ റിച്ച് ടു മേക്ക് ദം റിച്ചർ. സമ്പന്നന്മാർക്ക് കൂടുതൽ സമ്പന്നരാകാം. ആഗോളവൽക്കരണം അതിന് സഹായിക്കുന്നു. അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പുവർ ബിക്കമിങ് പുവർ. പക്ഷേ അതിന് മറ്റൊരു ദോഷവശമുണ്ട്. ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകുമ്പോൾ അതിൻ്റെ ചെലവിലാണ്, അല്ലെങ്കിൽ ആ ദാരിദ്ര്യവൽക്കരണത്തിൻ്റെ ചെലവിലാണ് സമ്പന്നൻ അതിസമ്പന്നനാകുന്നത് എന്ന ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇത് സിവിൽ സൊസൈറ്റി ആഗോളവൽക്കരണവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യവും അത് തന്നെയാണ്. ഗ്ലോബലൈസേഷനും സിവിൽ സൊസൈറ്റിയും, സാധാരണ പൗരൻ്റെ സമൂഹത്തെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുക. ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അതുപോലെ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഇങ്ങനെ അതിർവരമ്പുകളില്ലാതെ വളരുമ്പോൾ, ഒത്തിരി വലുതാകുമ്പോൾ, ഒത്തിരി മലിനീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പരിസ്ഥിതി മലിനീകരണം, ഭൂമി, ലാൻഡ്, എയർ, വാട്ടർ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ, സാംസ്കാരിക അധപ്പതനം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഡെവലപ്പിംഗ് പാർട്ടിലും അതെ, അണ്ടർ ഡെവലപ്ഡ് പാർട്ടിലുമൊക്കെ ഇതൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സിവിൽ സൊസൈറ്റീസ് എമർജ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ടു എക്സ്പ്രസ് ആൻഡ് പ്രൊട്ടക്റ്റ് ദംസെൽസ് ഫ്രം ഇൻഫ്ലുവൻസസ് ഓഫ് റിമോട്ട് ഫോഴ്സസ് ബിയോണ്ട്. തങ്ങളുടെ കൺമുന്നിലല്ല, അതിനപ്പുറം എവിടെയോ ഇരുന്നുകൊണ്ട് വിദൂരത്തിലിരുന്ന് നിയന്ത്രിക്കുന്ന ഈ ചാലക ശക്തികളെ എതിർക്കുവാനായിട്ട് സിവിൽ സൊസൈറ്റി മുന്നോട്ട് വരുന്നുണ്ട്. അതവർ പതിയെ അത്തരത്തിൽ ഉള്ള ശ്രമങ്ങൾ എമർജ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ദർ പാൽപ്പബിൾ റീച്ച്. അങ്ങ് ദൂരെ ചെന്ന് കടന്നാക്രമിക്കാനൊന്നും പറ്റില്ലെങ്കിലും അവർക്ക് തൊട്ടടുത്തെത്തുന്ന ചെറിയ എൻക്രോച്ച്മെൻറ്റുകളെ, കടന്നാക്രമണങ്ങളെ ചെറുക്കാനായിട്ട് സാധാരണ സമൂഹം ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ദ വൈഡ്ലി ആക്സെപ്റ്റബിൾ ഡെഫിനിഷൻ ഓഫ് സിവിൽ സൊസൈറ്റി റെഫേഴ്സ് ടു ദ ഡൊമെയിൻ ലൈങ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സ്റ്റേറ്റ്. സിവിൽ സൊസൈറ്റിയുടെ വ്യാപകമായ ഒരു നിർവചനമുണ്ട്, സർവ്വലാരും അംഗീകരിക്കപ്പെട്ട. അത് സമ്പദ് വ്യവസ്ഥയ്ക്കും രാഷ്ട്രത്തിനും ഇടയിലാണ്. ആൻഡ് മെയ്ഡപ്പ് ഓഫ് മൾട്ടിപ്പിൾ സ്ഫിയേഴ്സ് ഇൻക്ലൂഡിങ്. പക്ഷെ അതിൽ ഒത്തിരി മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നു. ഇൻറ്റിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളുടെ
ഏറ്റവും തൊട്ടടുത്ത നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്ന നമ്മളതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളില്ലേ, കുടുംബങ്ങൾ, ഫാമിലി, അസോസിയേഷൻ, നമ്മുടെ ക്ലബ്ബുകളും അസോസിയേഷനുകളുമില്ലേ, അല്ലെങ്കിൽ ചാരിറ്റബിൾ സംഘടനകളില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തുള്ള സംഘടനകളില്ലേ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളില്ലേ, ഇതെല്ലാം സിവിൽ സൊസൈറ്റിയുടെ സംഘടനകളാണ്. സോഷ്യൽ മൂവ്മെൻറ്റുകളില്ലേ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളില്ലേ, ആൻഡ് അതർ ഫോംസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. സിവിൽ സൊസൈറ്റി ഇതെല്ലാമാണ്. സാധാരണ സമൂഹം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, കൊച്ചു കൊച്ചു സംഘടനകളും ആ സിവിൽ സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണ്. സിവിൽ സൊസൈറ്റി തിയററ്റിക്കലി ഫാർ റിമൂവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ്. പലപ്പോഴും ഇത്തരത്തിലുള്ള സിവിൽ സൊസൈറ്റികൾ രാഷ്ട്രമെന്ന സങ്കല്പത്തിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് പറയാം. ഇൻ റിയാലിറ്റി ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ ഫോർമൽ റൂൾസ് ഫ്രെയിംഡ് ബൈ ദ ഹയസ്റ്റ് അതോറിറ്റി. കാരണം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉന്നതാധികാരികൾ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഔദ്യോഗിക സംവിധാനം മാത്രമാണ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം. അപ്പോൾ സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, ഇത് രണ്ടിനെയും കുറിച്ചാണല്ലോ നമ്മുടെ ചോദ്യം കിടക്കുന്നത്. ആഗോളവൽക്കരണം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് എന്ന ചോദ്യമാണ്, എന്ത് പ്രസക്തിയാണ് അല്ലെങ്കിൽ എന്ത് വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന്. ഇതാണല്ലോ നമ്മുടെ എസ്സേ. തുടർന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്: സിവിൽ സൊസൈറ്റി ഈസ് ദ കളക്റ്റീവ് ഓഫ് ദോസ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ദാറ്റ് എൻജോയ് ഓട്ടോണമി ഫ്രം ദ സ്റ്റേറ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കർശനമായ ഔദ്യോഗിക ഫോർമാറ്റിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് വേറിട്ട് മാറി നിൽക്കുന്ന കുറേ സാമൂഹ്യ സംഘടനകളും കൊച്ചു കൊച്ചു സംഘടനകളും അങ്ങനെയുള്ളവയൊക്കെയാണ് സാംസ്കാരിക സംഘടനകളും. അതൊക്കെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗോൾ എമംഗ് അതേഴ്സ്. അവർക്ക് ഒരു വലിയ ലക്ഷ്യം നേടാനുണ്ട്. ടു സീക്ക് ടു ഇൻഫ്ലുവൻസ് ദ സ്റ്റേറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദസ് മെമ്പേഴ്സ്. കാരണം തങ്ങളുടെ രാഷ്ട്രത്തിനെ നിർബന്ധിക്കാനും പ്രേരിപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്, തങ്ങളുടെ അംഗങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ രാഷ്ട്രം ഓരോ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആർ നെറ്റ്വർക്ക് ഓഫ് ഗ്രൂപ്പ്സ് ഫോംഡ് ഫോർ പർസ്യൂയിങ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻക്ലൂഡ് ഓൾ ലോക്കൽ ആൻഡ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ, പ്രൈവറ്റ്, ചാരിറ്റബിൾ, സോഷ്യൽ സർവീസ്, ഡെവലപ്മെൻറ്റൽ ആൻഡ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ സിവിൽ സൊസൈറ്റി എന്താണ്? സിവിൽ സൊസൈറ്റി വെരി ഓഫൺ ഹാസ് ബീൻ ട്രീറ്റഡ് അക്കിൻ ടു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. പലപ്പോഴും സിവിൽ സൊസൈറ്റി കൂടുതലും ഒരു അടുത്ത ബന്ധം പുലർത്തുന്നത് ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളാണ്, എൻ ജി ഒകളോടാണ്. എൻ ജി ഒകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ജി ഒസ് ആർ എ പാർട്ട് ഓഫ് സിവിൽ സൊസൈറ്റി റിസീവിങ് ഗ്രേറ്റസ്റ്റ് വിസിബിലിറ്റി ആസ് ദേ എൻഗേജ് ഇൻ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. കാരണം ഇവ പരിസ്ഥിതി പ്രശ്നങ്ങളിലും സോഷ്യൽ ഇഷ്യൂസിലുമൊക്കെ ഒരുപാട് ഏർപ്പെടുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ഫിനോമിനൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻ ജി ഒസ്. എൻ ജി ഒകളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസം എന്താണെന്ന് അറിയുമ്പോൾ ഹാസ് ബീൻ ദ ജനസിസ് ഓഫ് ഗ്ലോബൽ സിവിൽ സൊസൈറ്റി. ആഗോള സിവിൽ സമൂഹമാണ്. ഇറ്റ് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ കൺവെർജൻസ് ഓഫ് ലോക്കൽ എൻ ജി ഒസ് അറ്റ് ദ ഗ്ലോബൽ ലെവൽ. ആഗോളതലത്തിലെ പ്രാദേശിക എൻ ജി ഒകൾ പരസ്പരം കൂടിച്ചേരുന്നുണ്ട്. ലോകതലത്തിൽ തന്നെ എൻ ജി ഒകളുണ്ട്. ആൻഡ് അജിറ്റേറ്റിംഗ് ഇൻ ദ പർസ്യൂട്ട് ഓഫ് കോമൺ ഗോൾസ്. പൊതുലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്യുന്നുണ്ട്. കുടിവെള്ള പ്രശ്നക്ഷാമം നേരിടുമ്പോഴും അത് പരിസ്ഥിതി ദുരന്തമുണ്ടാകുമ്പോഴും ലോകതലത്തിലുള്ള പരിസ്ഥിതി സംഘടനകളെല്ലാം ഒത്തുചേരുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓവർകം ദ സ്പേഷ്യൽ സെപ്പറേഷൻസ്. സ്ഥലകാലങ്ങളുടെ ഭേദങ്ങൾ, അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് അവ ഒരുമിക്കുന്നുണ്ട്. ബൈ എൻഗേജിങ് ഇൻ അഗ്രഗേറ്റഡ് നെറ്റ്വർക്ക്സ്. വളരെ കൂട്ടായ ചങ്ങലക്കണ്ണികൾ അവർ തീർത്തുകൊണ്ട്, ഒപ്പം തന്നെ എക്സ്പാൻഡഡ് അസംബ്ലേജ് ഓഫ് ഗ്രൂപ്പ്സ്. വലിയ ആളുകളുടെ കൂട്ടം തന്നെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് അക്രോസ് ബോർഡേഴ്സ്. രാജ്യങ്ങളുടെ അതിർത്തിക്കാർ അപ്പുറത്തെ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ കൂട്ടങ്ങളെ അവർ യോജിപ്പിക്കുന്നുണ്ട്. കൊച്ചു കൊച്ചു സംഘടനകൾ ഇന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെയുള്ള പല പല കൊച്ചു കൊച്ചു സംഘടനകൾ സമാന ആശയങ്ങളുള്ളവരെ ഒരുമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ഗവൺമെൻറ്റ്സ്. അത് പലപ്പോഴും ഗവൺമെൻറ്റുകളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എന്നത് മറ്റൊരു സത്യം. ഇനി അവസാനം ഇങ്ങനെയോട് പറയാം, വെദർ ഇറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. അത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആവട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആവട്ടെ, സപ്പോർട്ട് ഫോർ എഡ്യൂക്കേഷൻ ഓർ പ്രൊമോഷൻ ഓഫ് വുമൺ, വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എത്നിക് ഓർ റിലീജിയസ് അല്ലെങ്കിൽ വംശീയമോ മതപരമോ ആയ വിഷയങ്ങളായിക്കോട്ടെ, ഗ്ലോബലൈസേഷൻ പ്രൊവൈഡ്സ് കോസ് ഫോർ ഗ്രോത്ത് ഓഫ് CGCS. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ സിവിൽ സൊസൈറ്റി, ഗ്ലോബൽ സിവിൽ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക്, GCSൻ്റെ വളർച്ചയ്ക്ക് ഒരു കാരണമാകുന്നുണ്ട്, ഒരു അവസരമൊരുക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് ട്രാൻസ്നാഷണൽ ഡെമോക്രാറ്റിക് ഫോഴ്സസ്.
അതായത് രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള ജനാധിപത്യ ശക്തികളുടെ ട്രാൻസ്നാഷണൽ ഡെമോക്രാറ്റിക് ഫോഴ്സസിൻ്റെ ഒരു വിജയം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. എന്തിനു വേണ്ടി? ടു കൗണ്ടർ ട്രാൻസ്നാഷണൽ മാർക്കറ്റ് ഫോഴ്സസ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള കമ്പോള ശക്തികളെ എതിർക്കാനായിട്ട് ഗ്ലോബലൈസേഷൻ ഫ്രം എബവ്, അതായത് വളരെ മുകളിൽ നിന്നും വരുന്ന ആഗോളവൽക്കരണം, അതിനെ എതിർക്കുവാൻ. ഓൾസോ ടേംഡ് ആസ് ഗ്രാസ് റൂട്ട് ഗ്ലോബലൈസേഷൻ. അതുകൊണ്ട് നമുക്കതിനെ എന്ത് പേര് വിളിക്കാം? ഏറ്റവും താഴെ തട്ടിലുള്ള ആഗോളവൽക്കരണം അഥവാ ഗ്രാസ് റൂട്ട് ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കാം എന്ന് അപ്പോതരായി 2000 പറഞ്ഞിരിക്കുന്നു. ഇറ്റ് എയിംഡ് ടു പ്രക്ലൂഡ് ഓർ റെമഡി ഇനീക്വാലിറ്റീസ് ക്രിയേറ്റഡ് ബൈ ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണം ഉണ്ടാക്കിയ അസമത്വങ്ങൾക്കൊരു പരിഹാരവും മരുന്നുമാണ് ഈ ഗ്രാസ് റൂട്ട് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ദെർഫോർ GCS അല്ലെങ്കിൽ എന്തോന്നാ പറയുക, ഗ്ലോബൽ സിവിൽ സൊസൈറ്റികൾ ദെർഫോർ കൺസ്റ്റിറ്റ്യൂട്ട് ഡെലിബറേറ്റീവ് ഏജൻറ്റ്സ്. അവർ ബോധപൂർവം പ്രവർത്തിക്കുന്ന ചില ഏജൻറ്റുമാരാണ് ഇൻ ഗ്ലോബൽ ഗവർണൻസ്, ആഗോള ഭരണത്തിൽ എന്ന് പറയുകയാണ്. സജസ്റ്റഡ് GCS ഷുഡ് അഡോപ്റ്റ് 3 മാൻഡേറ്ററി ആട്രിബ്യൂട്ട്സ് പബ്ലിക് സ്പീയേഴ്സ്. 3 നിർബന്ധമായും ചില ഗുണവിശേഷങ്ങൾ പൊതുമണ്ഡലത്തിൽ GCS അനുവർത്തിക്കേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് ഡിസ്കഷൻസ് ആൻഡ് ബി ഓപ്പൺ ടു ഡൈവേഴ്സ് റീസൺസ്. പൊതു ചർച്ചകളിൽ പങ്കെടുക്കുക, എന്നിട്ട് വിവിധങ്ങളായ കാരണങ്ങളുമായി അവരെ തുറന്നു സംവദിക്കുക. 2, റിമെയിൻ കമ്മിറ്റഡ് ടു ഐഡിയൽസ് ഓഫ് ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. സ്വാതന്ത്ര്യം, സമത്വം എന്നിങ്ങനെയുള്ള ആശയങ്ങളുമായി പ്രതിബദ്ധരായി നിൽക്കുക. 3, റീച്ച് ഔട്ട് ടു ആൻ ഇൻഡെഫിനിറ്റ് ഓഡിയൻസ് ബിസൈഡ്സ് ബീയിങ് ഡെലിബറേറ്റീവ് ഏജൻസ്. അത് ഒരു ഇൻഡെഫിനിറ്റ് ഓഡിയൻസായിട്ട് നിൽക്കാതെ, ഒരു ഡെലിബറേറ്റീവ് ഏജൻറ്റുകൾ, മനഃപൂർവ്വമുള്ള വക്താക്കളായി നിൽക്കാതെ, ഒരു പരിധിയില്ലാത്ത ശ്രോതാക്കളായി അല്ലെങ്കിൽ കാഴ്ചക്കാരായി നിൽക്കുക. അത് അവരിലേക്ക് കൂടി എത്തിപ്പെടുക എന്നുള്ളത്, ലോകം മുഴുവനുമുള്ള ശ്രോതാക്കളിലേക്ക് അവരുടെ ശബ്ദം കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഏതാണ്ട് ഈ ആശയങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആ എസ്സേ എഴുതാൻ സാധിക്കും. ഇതേ വാക്കുകളും തന്നെ വരണമെന്നില്ല. നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ ആശയം മനസ്സിലാക്കി എസ്സേ എഴുതുക. ഒരു സാധ്യതയുള്ള എസ്സേ ആണ്.